വലിയവനും നിത്യനുമായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ രാത്രിയുടെ യാമത്തിലും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ ദൈവം നമ്മളെ എല്ലാവരെയും കൂട്ടി വരുത്തിയതോർത്ത് ദൈവത്തിന് നന്ദി പറയാം. ദൈവം എത്ര സ്നേഹനിധിയായ ദൈവമാണ്. നമ്മൾ പാടിയതുപോലെ ദൈവം നമ്മളെ സ്നേഹിക്കാൻ നാം ദൈവത്തെ സ്നേഹിക്കാൻ വേണ്ടി ദൈവം നമുക്ക് ശോധനകൾ തരുന്നു എന്ന് നമ്മൾ പാടി. ഹല്ലേലൂയ. ശോധനകൾക്കായി നന്ദി പറയണം. കാരണം ദൈവത്തെ സ്നേഹിക്കാൻ നമുക്ക് സമയം കിട്ടത്തില്ല. ദൈവത്തിൻ്റെ സ്നേഹം വേണം താനും. ദൈവത്തെ സ്നേഹിച്ചെങ്കിൽ മാത്രമേ, ദൈവത്തോടുള്ള സ്നേഹം എന്ന് പറയുന്നത് അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതാകുന്നു ദൈവത്തോടുള്ള സ്നേഹം. അപ്പം ദൈവത്തെ സ്നേഹിച്ചെങ്കിൽ മാത്രമേ ദൈവം നമ്മളെ സ്നേഹിക്കുകയുള്ളൂ. ഹല്ലേലൂയ. നമ്മളെ സ്നേഹിക്കാൻ വേണ്ടി നമ്മൾ ദൈവത്തെ സ്നേഹിക്കണം. അപ്പോഴാണ് ദൈവത്തിൽ നിന്ന് വലിയ വലിയ ദാനങ്ങളും കൃപകളും ഒക്കെ നമുക്ക് ദൈവം പകർന്നു തരുന്നത്. അപ്പോൾ അതിന് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നില്ലെങ്കിൽ ദൈവം എന്താ തരുന്നത്? ചില ശോധനകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ തന്നിട്ട് ദൈവം നമ്മെ ദൈവത്തെ സ്നേഹിക്കാൻ പഠിപ്പിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് നമുക്ക് ചിന്തിക്കാൻ വേണ്ടി ദൈവം തരുന്ന തിരുവചനം 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൻ്റെ 30-ാം വചനം നമുക്ക് വായിക്കാം. അവിടെ പറയുന്നത് 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വചനം. യേശു നമുക്ക് എന്തെല്ലാമാണ് തരുന്നത് എന്ന് ദൈവത്തിൽ നിന്ന് നമുക്ക് തരുന്നത്. അപ്പോൾ യേശു ഡയറക്റ്റായിട്ട് നമുക്ക് തരികയല്ല, യേശു ദൈവത്തിൽ നിന്ന് നമുക്ക് വാങ്ങിത്തരികയാണ്. ഹല്ലേലൂയ. പിതാവിൽ നിന്ന് നമുക്ക് വാങ്ങിത്തരുന്നത് എന്തെല്ലാമാണെന്നൊന്ന് നോക്കിക്കേ. അവിടെ എഴുതിയിരിക്കുകയാണ്, നിങ്ങളോ അവനാൽ ക്രിസ്തു യേശുവിലിരിക്കുന്നു. ക്രിസ്തു നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. ഹല്ലേലൂയ. നോക്കിക്കേ, ദൈവം എന്തെല്ലാമാണ് നമുക്ക് തന്നത്? ദൈവത്തിൽ നിന്ന്, പിതാവിൽ നിന്ന് പുത്രനായ യേശു തമ്പുരാൻ നമുക്ക് വാങ്ങിത്തരുന്നത് എന്തെല്ലാമാണ്? ദൈവത്തിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. ഹല്ലേലൂയ. അപ്പം ഈ കർത്താവ് നമ്മൾ എന്തെല്ലാമാണ് കർത്താവിനോട് നമ്മൾ ചോദിക്കുന്നത്? നമ്മൾ പലപ്പോഴും ഈ ദൈവത്തിൽ നിന്ന് വാങ്ങിത്തരുന്ന ജ്ഞാനം നമ്മൾ ചോദിക്കാറില്ല. നമ്മൾ ചോദിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ബുദ്ധി നൽകണമേ എന്ന് പറയുന്നതിൻ്റെ ഒരു ഉദ്ദേശം നമുക്കറിയാം. നമ്മൾ അവർക്ക് നല്ല മാർക്ക് മേടിച്ച് ജയിക്കാൻ വേണ്ടിയുള്ള ബുദ്ധിയാണ് ചോദിക്കുന്നത്. എന്നാൽ ദൈവം പറയുന്നു, ദൈവിക ജ്ഞാനം നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടിയോ നമുക്ക് വേണ്ടിയോ നാം ചോദിക്കാറുണ്ടോ? ക്രിസ്തു നമുക്ക് വേണ്ടി പിതാവിൽ നിന്ന് വാങ്ങിത്തരുന്നത്, ഒന്നാമത് തരുന്നത് ജ്ഞാനമാണ്. ദൈവിക ജ്ഞാനം. നമ്മൾ ഈ ലോകത്തിൽ ലഭിക്കുന്ന എല്ലാ ജ്ഞാനവും ദൈവത്തിൽ കൊണ്ടെത്തിക്കണം. അതാണ് നമ്മുടെ ദൈവിക ജ്ഞാനം എന്ന് പറയുന്നത്. നമ്മൾ ഈ ലോകത്തിൽ നേടുന്നതെല്ലാം ജ്ഞാനം കൊണ്ട്, നമ്മൾ പറയും നമ്മുടെ ബുദ്ധി കൊണ്ട് ശക്തി കൊണ്ടും ഒക്കെ നമ്മൾ നേടിയതാണെന്ന് പറയുന്നതെല്ലാം നമ്മൾ ആ ജ്ഞാനത്തെ പരിജ്ഞാനമാക്കി മാറ്റണം എന്നാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പം ദൈവമാണ് ഇതിനെല്ലാം കാരണഭൂതൻ എന്നുള്ള ഒരു ജ്ഞാനം പ്രാപിക്കുവാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇവിടെ പറയുന്നത്, ക്രിസ്തു നിങ്ങളോ അവനാൽ ക്രിസ്തു യേശുവിലിരിക്കുന്നു. ആരാൽ? പിതാവാൻ ദൈവത്താൽ നമ്മൾ ക്രിസ്തു യേശുവിൽ ഇരിക്കുന്നു. പിതാവിൻ്റെ സ്നേഹം മൂലമാണ്, പിതാവിൻ്റെ ഇഷ്ടമാണ് നമ്മൾ ക്രിസ്തുവിലാകുക എന്നുള്ളത്. നമ്മളെ ക്രിസ്തുവിലാക്കി വയ്ക്കുകയാണ്. നമുക്കറിയാം, രക്ഷിക്കപ്പെടുന്ന എല്ലാ ജനങ്ങളെയും എല്ലാ മനുഷ്യരെയും ക്രിസ്തുവിലാക്കാനാണ് പിതാവാൻ ദൈവം ആഗ്രഹിക്കുന്നത്. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ്
നമ്മൾ ക്രിസ്തുവിലാകുമ്പോൾ പിതാവിന് ഒത്തിരി സന്തോഷമാണ് നമ്മളോട്. കാരണം രക്ഷിക്കപ്പെടുന്ന ഒരു മക്കളെ നോക്കി സ്വർഗം സന്തോഷിക്കുന്നു എന്നാണ് ദൈവവചനം പറയുന്നത്. രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ലീഡർഷിപ്പിൽ ജീവിക്കുന്ന ഒരു അനുഭവമാണ്. അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ ഓരോ വചനപ്രകാരവും കർത്താവായ യേശുക്രിസ്തു നടന്ന നടപ്പിൻ പ്രകാരവും നാം നമ്മുടെ ജീവിതത്തെ ഒരുക്കുന്നെങ്കിൽ അതാണ് രക്ഷിക്കപ്പെട്ട ജീവിതം എന്ന് പറയുന്നത്. ദൈവവചനം നമ്മൾ കേട്ട് അനുസരിക്കുന്നതാണ് രക്ഷിക്കപ്പെട്ട ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് ക്രിസ്തുവിൽ ഇരിക്കുന്നു എന്ന് പറയുകയും നമ്മൾ രക്ഷിക്കപ്പെടാത്ത ജനങ്ങൾ ജീവിച്ചതുപോലെ ജീവിക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമുക്ക് ലഭിച്ച രക്ഷ പൂർണ്ണമായിട്ടില്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ജഡികരായ മനുഷ്യർ ജീവിക്കുന്നത് പോലെയാണ് നാം രക്ഷിക്കപ്പെട്ടിട്ടും ജീവിക്കുന്നതെങ്കിൽ നമ്മുടെ രക്ഷ പൂർണ്ണമല്ല. നമ്മൾ രക്ഷിക്കപ്പെട്ടത് ആരുടെയും ഫോഴ്സ് കൊണ്ടോ ആരുടെയും പ്രസാദത്തിന് വേണ്ടിയോ ഒക്കെ ആയിരിക്കും നമ്മൾ രക്ഷിക്കപ്പെട്ടത്. അതുകൊണ്ട് നമ്മുടെ രക്ഷ നമ്മൾ കരസ്ഥമാക്കുമ്പോൾ യഥാർത്ഥമായി നാം ഹൃദയംഗമായി നാം ആ രക്ഷയിൽ ആകണം. തീരുന്ന അനുഭവമാണ് ക്രിസ്തുവിൽ ഇരിക്കുക എന്നുള്ളത്. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു, നിങ്ങളോ അവനാൽ ക്രിസ്തു യേശുവിൽ ഇരിക്കുന്നു. ദൈവമാണ് ഇത് ക്രിസ്തു യേശുവിൽ നമ്മളെ ആക്കി തീർക്കുന്നത്. ഹല്ലേലൂയ. നമുക്കറിയാം, വചനം പറയുന്നുണ്ട്, ദൈവം ആകർഷിക്കാതെ ഒരു വ്യക്തി പോലും യേശുവിൻ്റെ അടുത്തേക്ക് വരികയില്ല. ഹല്ലേലൂയ. പിതാവ് ആകർഷിക്കാതെ ഒരു വ്യക്തി പോലും യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുകയില്ല എന്ന് ദൈവവചനം പറയുന്നുണ്ട്. അതുകൊണ്ട് പിതാവാണ് നമ്മളെ രക്ഷയിലേക്ക്, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൽ കൂടിയുള്ള രക്ഷയിലേക്ക് നമ്മെ നയിക്കുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കുക. പിന്നെ ഇവിടെ പറയുന്നത് നീതിയും ക്രിസ്തയേശുവിൽ കൂടിയാണ് നമുക്ക് ദൈവം തരുന്നത്. ഹല്ലേലൂയ. ക്രിസ്തു നമുക്കത് പിതാവിൽ നിന്ന് വാങ്ങിത്തരികയാണ്. നമുക്കറിയാം, 85-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, നീതി സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു. ഹല്ലേലൂയ. നീതി സ്വർഗത്തിൽ നിന്ന് നോക്കുകയാണ്. ആരാണ് യോഗ്യൻ? ആ യോഗ്യൻ്റെ മേൽ വരാൻ വേണ്ടി. ഹല്ലേലൂയ. അപ്പോൾ നീതി യേശു തമ്പുരാൻ സ്വർഗത്തിലെ പിതാവിൽ നിന്ന് വാങ്ങി നമുക്ക് തരികയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ നീതിമാനാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കാതെ അത് പ്രാപിക്കാൻ തക്കവണ്ണം, അത് കൂടുതൽ നീതി ചെയ്ത് ജീവിക്കുവാൻ തക്കവണ്ണം, കൂടുതൽ നീതി സ്വർഗത്തിൽ നിന്ന് നമ്മളിലേക്ക് പകരപ്പെടുവാൻ തക്കവണ്ണം നാം നമ്മുടെ ജീവിതത്തെ ആത്മീയമായി വളർത്തിയെടുക്കണം എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. നോക്കിക്കേ, അവിടെ ഒത്തിരി കാര്യങ്ങൾ നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കാനുണ്ട്. ദൈവത്തിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് ദൈവം ആദ്യം കൊടുക്കുന്നത് എന്താ? മൂന്നാമത് ദൈവം പറഞ്ഞിരിക്കുന്നത് ശുദ്ധീകരണമാണ്. അപ്പോൾ ദൈവത്തിൽ നിന്ന്, പിതാവാൻ ദൈവത്തിൽ നിന്ന് യേശു തമ്പുരാൻ ശുദ്ധീകരണം നമുക്ക് വാങ്ങിത്തരുന്നു എന്നുള്ളതാണ്. പിതാവാണ് നമ്മളെ ശുദ്ധീകരിക്കുന്നത്. യേശു തമ്പുരാനിൽ കൂടിയാണ് നമ്മളെ ശുദ്ധീകരിക്കുന്നത്. ഇവിടെ ശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് ആദ്യ ദൈവം കൊടുക്കുന്നത് എന്തായിരിക്കും? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെയാണ് ദൈവം കൊടുക്കുന്നത്. പരിശുദ്ധാത്മാവിനെയാണ് ശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് ആദ്യ ദൈവം കൊടുക്കുന്നത്. ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മാവിനെ നമ്മൾ പ്രാപിച്ചിട്ടുണ്ടോ? ശുദ്ധീകരണമുണ്ടെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുക തന്നെ ചെയ്യും. കർത്താവ് പറയുന്നു, ചോദിക്കുന്നവൻ അധികമായി പരിശുദ്ധാത്മാവിനെ എത്ര അധികം നൽകുമെന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അധികമായി പരിശുദ്ധാത്മാവിനെ നൽകുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് നമ്മളുടെ പ്രാർത്ഥനയിൽ
നമ്മൾ എന്താണ് ചോദിക്കേണ്ടത് എന്ന്, എന്താണ് പ്രാപിക്കേണ്ടത് എന്ന് നാം ഇതിൽ നിന്ന് മനസ്സിലാക്കണം. ഒന്നാമത് ദൈവിക ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. സ്വർഗത്തിലെ നീതി എൻ്റെ മേൽ ഇറങ്ങി വന്നിട്ട് ഈ ലോകത്തിൽ നീതിമാനായി ജീവിക്കുവാൻ ദൈവമേ എനിക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കണം. മൂന്നാമതായിട്ട് ശുദ്ധീകരണം പ്രാപിച്ച ഒരു വ്യക്തിയായി തീരുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറയപ്പെട്ട ഒരു വ്യക്തിയായി മാറുവാനും ദൈവമേ എന്നെ സഹായിക്കണമെന്ന് നാം ഹൃദയംഗമായിട്ട് പ്രാർത്ഥിക്കണം. നാലാമതായിട്ട് അവിടെ പറയുന്നത് ക്രിസ്തു നമുക്ക് വീണ്ടെടുപ്പായി തീർന്നു എന്നവിടെ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. വീണ്ടെടുപ്പായി തീർന്നു. നമ്മൾ യോഗ്യതയില്ലാത്ത വ്യക്തികളെ ആ യോഗ്യതയിലേക്ക് കൊണ്ടെത്തിക്കുന്ന അനുഭവമാണ് വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. പാപികളും ദോഷികളുമായിരുന്ന നമ്മെ രക്തത്താൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം ചൊരിഞ്ഞ് നമ്മെ വീണ്ടെടുത്തു എന്ന് നമുക്ക് വചനത്തിൽ കാണുവാൻ കഴിയും. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതാണ്. അപ്പോൾ ക്രിസ്തു നമുക്ക് വീണ്ടെടുപ്പായി തീർന്നു. ഹല്ലേലൂയ. നാം വീണ്ടെടുക്കപ്പെട്ട ജനമായി എന്നും ജീവിക്കുവാൻ തക്കവണ്ണം ഈ ലോകമോ ജഡമോ പിശാചോ നമ്മളെ ആ വീണ്ടെടുപ്പ് പ്രക്രിയയിൽ നിന്ന് അല്ലെങ്കിൽ ലഭിച്ച വീണ്ടെടുപ്പിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന അനുഭവം ഉണ്ടാകരുതേ എന്നുള്ള ബോധ്യത്തോടുകൂടി നാം നമ്മുടെ ജീവിതത്തെ ജീവിക്കണം എന്ന് ദൈവം തമ്പുരാൻ നമ്മെ പഠിപ്പിക്കുകയാണ്. സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണമായും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥനയിൽ നമുക്ക് പ്രാർത്ഥിക്കേണ്ടത്, ദൈവമേ എനിക്ക് ജ്ഞാനം തരണമേ, എൻ്റെ സ്വർഗത്തിലെ നീതി കർത്താവേ എന്നിലേക്ക് ഇറങ്ങണമേ, നിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായിട്ട് എന്നെ നീതീകരിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. മൂന്നാമതായിട്ട് എന്നെ ശുദ്ധീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കണം. നാലാമതായിട്ട് വീണ്ടെടുപ്പ് വില നൽകിയ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ വില മനസ്സിലാക്കി ആ വീണ്ടെടുപ്പ് വില നഷ്ടപ്പെടുത്താതെ ആ വീണ്ടെടുപ്പിൽ നിലനിൽക്കുവാൻ തക്കവണ്ണം ദൈവമേ എന്നെ സഹായിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അതുകൊണ്ട് ദൈവസന്നിധി പൂർണ്ണമായിട്ടും നമ്മൾ ക്രിസ്തുവിൽ കൂടി ദൈവം നമുക്ക് തരുന്നത് പ്രാപിച്ചെടുക്കുവാൻ നമ്മൾ അതിന് വലിയ പ്രയത്നിച്ച് ഈ ലോകത്തിൽ ജീവിക്കണം. ഒരു വചനം കൂടി വായിച്ച് നമുക്ക് ഇന്ന് നിർത്താം. ആ അധ്യായത്തിൽ തന്നെ 1-ാം അധ്യായത്തിലെ 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വചനം, ക്രിസ്തുയേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും അവിടെയും ഇവിടെയും എവിടെയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരോടും കൂടെ വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായവർക്ക് തന്നെ എഴുതുന്നത്. അപ്പം നോക്കിക്കേ, ദൈവവചനം ആർക്ക് വേണ്ടിയാണ് എഴുതിയിരിക്കുന്നത്? അവിടെ പറയുകയാണ് ക്രിസ്തുയേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവർക്ക് വേണ്ടിയാണ് ദൈവവചനം എഴുതിയിരിക്കുന്നത്. പിന്നെ പറയുകയാണ് അവിടെയും ഇവിടെയും എവിടെയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരോടും കൂടെ വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായവർക്ക് എഴുതുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ബൈബിളിലെ വചനം വിശുദ്ധീകരിക്കപ്പെട്ടവർക്കും വിളിക്കപ്പെട്ടവർക്കും വിശുദ്ധന്മാർക്കും വേണ്ടി മാത്രം എഴുതിയിരിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാം വിശുദ്ധീകരിക്കപ്പെടുവാൻ, കൂടുതൽ നമ്മുടെ ജീവിതത്തെ വിശുദ്ധിയിലേക്ക് കൊണ്ടുവരുവാൻ നമുക്കിടയായി തീരണം എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ദൈവസന്നിധി നമുക്ക് സമർപ്പിക്കുക. ഇതിൻ്റെ ബാക്കി നമുക്ക് നാളത്തെ 2-3 ദിവസം നമുക്ക് കേൾക്കാം. ദൈവസന്നിധി നമുക്ക് സമർപ്പിക്കാം. കർത്താവേ, നിൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പൂർണ്ണമായിട്ടൊന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ട് കർത്താവ് പിതാവിൽ നിന്ന് നമുക്ക് വാങ്ങിത്തരുന്നത്, ആ പിതാവിൽ നിന്ന് വാങ്ങിത്തരുന്നത് യേശുവിൽ കൂടി പ്രാപിക്കുവാൻ തക്കവണ്ണം നമ്മളെ തന്നെ ഒന്ന് താഴ്ത്തി ദൈവസന്നിധിയിൽ ഏൽപ്പിക്കാം. നമുക്ക് പൂർണ്ണമായിട്ട് ഏൽപ്പിക്കാം. ഈ വചനത്താൽ ദൈവം തമ്പുരാൻ നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം, സ്തോത്രം. മഹാപരിശുദ്ധനും